കണ്ട പോലെ എങ്ങനെ നമുക്കൊരു ബോട്ടിൽ ടെറേറിയം ഉണ്ടാക്കാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ബോട്ടിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നമുക്ക് ആ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നൂലെടുത്ത് ചുറ്റി കൊടുക്കുന്നത് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ആ ചുറ്റി കൊടുത്ത നൂല് നല്ലോണം നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ആയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയറും കൂടി നമ്മൾ കുപ്പിയുടെ ചുറ്റും ചുറ്റി കൊടുക്കണം. നല്ല കട്ടി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മുഴുവനായിട്ട് നമ്മളത് ചുറ്റി കൊടുക്കണം നൂല്. അടുത്തായിട്ട് നമ്മൾ ആ നൂലെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെ സെറ്റ് ചെയ്ത് അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ആ ചുറ്റി കൊടുത്ത ഭാഗത്ത് കുറച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് ചുറ്റി കൊടുക്കണം. അത് നമുക്ക് കത്തിച്ചിട്ട് ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതാണ്. അതിനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ആ മണ്ണെണ്ണ ഒഴിച്ചിട്ട് സൈഡിലൊക്കെ ആയി കിടക്കുന്നതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അടിഭാഗം മുകൾ ഭാഗം എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമ്മളതൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ആ ചുറ്റിയ നൂല് കത്തിച്ച് കൊടുക്കുക. ആ കുപ്പി ഒന്ന് നല്ലോണം ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തീ ആയിക്കോളും. ഒരു ഭാഗത്ത് തന്നെ കട്ടായി പോയിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ ആ ബോട്ടിൽ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അത് കട്ടായി പോരും. സൂക്ഷിച്ചിട്ട് ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് കട്ടായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ തൊടുമ്പോൾ കെയർഫുള്ളായിട്ടിരിക്കണം. കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ആ മുകളിലത്തെ ഭാഗങ്ങളൊന്ന് ഉരച്ച് ശരിയാക്കാണ്. നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചാണ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഉരച്ച് ശരിയാക്കുന്നത്. അടിഭാഗത്തേക്ക് ആവുന്നത് ആ കുപ്പിയുടെ ഭംഗി പോവും. അപ്പോൾ നമ്മുടെ ആ കട്ട് ചെയ്ത ഭാഗം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൈയൊന്നും കൊണ്ട് മുറിയില്ല. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ്. ഇതേപോലെ ഒരു മൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ ബോട്ടിലിൻ്റെ കാർക്ക് വെച്ച് നമ്മുടെ ബോട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ആ ടോപ്പ് ഭാഗം വരെ കുറച്ച് പെയിൻ്റ് അടിച്ച് കല്ലിട്ട് നിറയ്ക്കുകയാണ്. ആ ഭാഗം ഫ്രീ ആയിട്ടിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.
മോൾ ഭാഗം വരെ നമ്മളങ്ങനെ ഇട്ട് നിറയ്ക്കണത്. അടുത്തായിട്ട് നമ്മൾ ടെറേറിയത്തിലേക്ക് ഇതേപോലെ കുറച്ച് പ്ലാന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സ് ഒരു ചട്ടക ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള വർക്കിലേക്ക് നിങ്ങൾക്ക് പോകാം. അടുത്തായിട്ട് നമ്മൾ ആ കല്ല് ഇട്ട ഭാഗത്തെ ഓട്ടകളിലൊക്കെ നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യണം. അതിൽ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ കൂടെ ഇറങ്ങിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഗ്യാപ്പ് പോലില്ലാണ്ട് ആ ഫുള്ള് നമ്മൾ ഗ്ലൂ ഇട്ട് നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് മണലും മണ്ണും കൂടിയ ഒരു മിക്സ്ചറാണ് ഇട്ട് നിറയ്ക്കുന്നത്. മോൾ ഭാഗം വരെ നമുക്ക് ഇട്ട് നിറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ആ മണ്ണൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ആ മണ്ണിട്ട ഭാഗം മാത്രം. അടുത്തായിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. മറ്റേ പ്ലാന്റ് വെക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണ് നല്ലോണം ഉറച്ചിരിക്കണ്ടേ. അടുത്തായിട്ട് നമുക്ക് പ്ലാന്റ് വെക്കേണ്ട കാര്യത്തിലേക്ക് പോവാം. ഓരോ പ്ലാന്റ് ആയിട്ട് ആ മുകളിലത്തെ മണ്ണിട്ട ഭാഗം മുഴുവനായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. മണ്ണ് മുകളിലേക്ക് കാണാത്ത രീതിയിലാണ് നമ്മളങ്ങനെ ചെയ്യണത്. അതായിരിക്കും കൂടുതൽ വൃത്തി. എല്ലാ ഗ്യാപ്പിലും നമ്മൾ ആ പ്ലാന്റ് ഇട്ട് നിറയ്ക്കണം. മണ്ണ് പുറത്തേക്ക് കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടാവില്ല. അടുത്തായിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ആ പ്ലാന്റുകളെല്ലാം കൃത്യം ഷേപ്പായിട്ട് എടുക്കണം. ചിലത് പൊന്തി നമ്മുടെ ടെറേറിയം വലിയ ലുക്ക് ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മൾ ആ പ്ലാന്റ് വെച്ചതിൻ്റെ ചുറ്റും കുറച്ച് മെറ്റൽ ഇട്ട് ഫില്ല് ചെയ്യാണ്. അത് കുറച്ച് ഭംഗി ഉണ്ടാവും നമ്മുടെ ടെറേറിയത്തിന്. ആ റൗണ്ട് ഭാഗം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് നിറയ്ക്കണേ.
അടുത്തായി നമ്മൾ നേരത്തെ എടുത്തേക്കാളും കുറച്ച് വലിയൊരു പ്ലാന്റ് എടുത്ത് നമ്മൾ ആ മോൾ ഭാഗത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ പ്ലാന്റൊക്കെ ഡിസൈൻ ചെയ്യാം. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് കാണുന്ന ടെറേറിയം. നമ്മളടുത്തായിട്ട് നമ്മളൊരു വീട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. 4 ഇർക്കിളി സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കാർബോർഡിൻ്റെ കഷ്ണം വെച്ച് നമ്മളൊരു വീട് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ അതിന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ കാർഡ്ബോർഡ് വെച്ചാൽ നനഞ്ഞ് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കാർഡ്ബോർഡ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടെറേറിയത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.